നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ ആഴ്ച നാം ചർച്ച ചെയ്യപ്പെടുന്ന വാരം 1201 കന്നിമാസം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. 2025 ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. നാം ഈ വാരഫലങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥാനം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ വാരം മേടത്തിലും ഇടവത്തിലും ഗ്രഹങ്ങളില്ല. മിഥുനത്തിൽ വ്യാഴമാണ്. ചിങ്ങത്തിൽ ശുക്രനും കേതുവുമുണ്ട്. കന്നിയിൽ ആദിത്യനും ബുധനും നിപുണയോഗം ചെയ്ത് നിൽക്കുന്നു. തുലാം രാശിയിൽ ചൊവ്വയുണ്ട്. ചന്ദ്രൻ 9-ാം ഭാവത്തിൽ ധനുവിൽ നിൽക്കുന്നു. രാഹു 11-ാം ഭാവത്തിലും ശനി 12-ാം ഭാവത്തിലും നിൽക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഈ വാരത്തെ നാം ചർച്ച ചെയ്യുമ്പോൾ കന്നിമാസം 15-ാം തീയതി ഒക്ടോബർ 1-ാം തീയതിയത്തെ ഗ്രഹസ്ഥിതി. ഈ ഒക്ടോബർ 1-ാം തീയതി ദിനത്തിൻ്റെ വിശേഷം അന്ന് നവമിയാകുന്നു. തലേന്നാൾ സെപ്റ്റംബർ 30-ാം തീയതി അഷ്ടമി തിഥി. അന്ന് രാത്രി നാം നമ്മുടെ പഠന സാമഗ്രികളും നാം ജോലി ചെയ്യുന്ന യന്ത്രങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ കർമ്മമേഖലയിൽ എന്തെല്ലാം ഉണ്ട് അതൊക്കെ തന്നെ പൂജിക്കുവാൻ തൻ്റെ പരിസരം, ഫാക്ടറി ആയാലും വീടായാലും വൃത്തിയായി ശുദ്ധീകരിച്ച് എല്ലാം തന്നെ അഷ്ടമി രാത്രിയിൽ നാം അവിടെ വിളക്കൊക്കെ വെച്ച് ദേവതകളെ ആരാധിച്ച് വരുന്നു. പിറ്റേന്നാൾ നവമിയിൽ അതിൻ്റെ പൂജാ പ്രവർത്തനങ്ങളൊക്കെ നാം ആരംഭിക്കും. അങ്ങനെ വിജയദശമി ദിനം ഒക്ടോബർ 2-ാം തീയതിയാണ്. കാലത്ത് എന്തു ചെയ്യുക? ഗ്രന്ഥമെടുപ്പും നമ്മുടെ പഠനങ്ങളും അപ്രകാരം തന്നെ നമ്മുടെ എല്ലാ സാധന സാമഗ്രികളും തങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ അവശ്യ വസ്തുക്കളുമൊക്കെ പൂജിച്ചതൊക്കെ എടുത്ത് വീണ്ടും ജോലി ആരംഭിക്കുക. വളരെയധികം ഭക്തിയോടുകൂടിയാണ് ലോകത്തിലുള്ള എല്ലാവരും, ഹൈന്ദവർ ഒക്കെ തന്നെ ഈ അഷ്ടമി, നവമി, ദശമി ഒക്കെ ആചരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വാരത്തിൽ വരുന്ന നവമി, ദശമി ദിനങ്ങൾ സമ്പൽ സമൃദ്ധമായി ഒരു പുതിയ ആരംഭത്തിന് തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. ആദ്യം തന്നെ ഇനി നമുക്ക് വാരഫലത്തിലേക്ക് വരാം. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മേടൻ രാശിയിൽ ഇന്ന് ഗ്രഹങ്ങളൊന്നുമില്ല. വ്യാഴം 3-ാം ഭാവത്തിലുണ്ട്. 5-ാം ഭാവത്തിൽ ശുക്രനും കേതുവുമുണ്ട്. 6-ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 7-ൽ ചൊവ്വ, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ, 11-ാം ഭാവത്തിൽ രാഹു, 12-ൽ ശനി. ഇങ്ങനെയാണ് മേടൻ രാശിയുടെ ഈ വാരത്തെ ഗ്രഹസ്ഥിതി. ഇവിടെ പ്രധാനമായും ശുക്രൻ്റെ 5-ാം ഭാവസ്ഥിതി വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ഈ വാരത്തിൽ ഒരു ഗ്രഹങ്ങൾക്കും മൗഢ്യമില്ല. 5-ൽ നിൽക്കുന്ന ശുക്രൻ നിറഞ്ഞ ബുദ്ധി പ്രദാനം ചെയ്യും വ്യക്തിക്ക്. അപ്രകാരം സന്താന ശ്രേയസ്സും അനുഭവിക്കാൻ അങ്ങേയറ്റം സാധ്യത കാണുന്ന വാരമാണ്. എഴുത്തുകാർക്ക് ഏറ്റവും നല്ല സമയമാണ്. ശത്രുക്കളെ നശിപ്പിക്കുവാനും ഈ വാരം വളരെ ഗുണമായി വരും. 6-ൽ ബുധൻ വരുമ്പോൾ പലപ്പോഴും ജനങ്ങളുടെയും ശത്രുക്കളുടെയും എതിർപ്പുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അതിനെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു അദമ്യമായ കരുത്താണ് മേടൻ രാശിക്കാർക്ക് ഈ വാരം പ്രദാനം ചെയ്യപ്പെടുക എന്ന് പ്രത്യേകം പറയണം. കാരണം 6-ാം ഭാവത്തിൽ സൂര്യനാണ്. രിപുധ്വംസകൃത് ഭാസ്കരോ യശിഷ്ടേ തനോദിവയം രാജതോ മിത്രതോവ. തൻ്റെ ധനം രാജാവും മിത്രങ്ങളും ചെലവഴിക്കും. അവർക്ക് വേണ്ടി തൻ്റെ ധനം നശിച്ചു പോവുക, ചെലവഴിക്കപ്പെടുക എന്നൊരു ഫലമുണ്ട്. ബലവാൻ ശത്രുജിതശ്ച ശത്രുയാതി. 6-ൽ സൂര്യൻ നിൽക്കുമ്പോൾ താൻ കരുത്തനാകും, ശത്രുക്കളെ ജയിക്കുമെന്നാണ് ഹോരാശാസ്ത്രജ്ഞർ വിധി എഴുതിയിരിക്കുന്നത്. അതിനാൽ ശത്രു സംഹാരത്തിന് പറ്റിയ വാരമാണ്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഈ സർക്കാരുമായി ബന്ധപ്പെടുന്ന രേഖകൾക്ക് ബുദ്ധിമുട്ടുകൾ വരിക. അതിനാൽ നിങ്ങളുടെ സെയിൽ ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ്, GST മുതലായ എല്ലാ വിഷയങ്ങളും വളരെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അതിലൂടെ തനിക്ക് ധനനഷ്ടം വരുവാനുള്ള സാധ്യത കാണുന്നു. അപ്രകാരം തന്നെ താൻ വളരെ വിശ്വസിച്ച് ചെയ്യുന്ന തൻ്റെ വേലക്കാർ അല്ലെങ്കിൽ സഹായികൾ അവർ ശത്രുസ്ഥാനത്താകാം. പലപ്പോഴും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ തനിക്ക് അതൃപ്തി വരിക, അവരുമായി ആ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായി അവരുമായി ശത്രുത വരുന്ന വാരവും കൂടിയാണ്. അതിനാൽ തങ്ങളുടെ കീഴ് ജീവനക്കാരെ അല്ലെങ്കിൽ തങ്ങളുടെ സഹായികളെ വളരെയധികം ശ്രദ്ധിക്കണം. രേഖാപരമായ ബുദ്ധിമുട്ടുകൾ അവരുടെ കൈവശത്തുനിന്ന് ഉണ്ടാകും. പലപ്പോഴും തന്നെ വിലപ്പെട്ട രേഖകൾ യാത്രയിൽ നഷ്ടപ്പെട്ടു പോകുന്ന വാരവും കൂടിയാണ്.
അതിനാൽ ആ വിഷയങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കണം. ശാരീരികമായി പാദങ്ങൾക്കുണ്ടാകുന്ന പരിക്ക്, ജലത്തിൽ വീഴുക, നടുവേദന മുതലായ വിഷയവും ശ്രദ്ധിക്കണം. ഒരു യാത്രയിൽ തൻ്റെ രേഖകൾ നഷ്ടപ്പെട്ടു പോവുക, അതിൻ്റെ പേരിൽ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുക എന്നൊരു ബുദ്ധിമുട്ട് വരും. സന്താനങ്ങൾക്ക് വളരെ നല്ലതാണ്. വിവാഹ വിഷയത്തിൽ, ദാമ്പത്യ വിഷയത്തിൽ 7-ലെ ചൊവ്വ, ലഗ്നാധിപൻ 7-ൽ വന്നാൽ ദോഷമില്ല. വിവാഹ തീരുമാനങ്ങളാകാം, യാത്രയാകാം. കാരണം ഭാവാധിപൻ ഭാവത്തിലേക്ക് നോക്കുന്നത് രാജയോഗമാണ്. എങ്കിലും സ്ത്രീകൾക്ക് പരിഭവമില്ലാതെ ശ്രദ്ധിക്കുക. തനിക്ക് ധാരാളം മനസ്സിൽ പ്രണയം വരുന്ന സമയമാണ്. അതിനാൽ പലപ്പോഴും പെൺസുഹൃത്തുക്കൾ ധാരാളം മേടൻ രാശിക്കാർക്ക് ഈ ഒരു വാരം വരും. മേടൻ രാശിയുടെ സ്വഭാവം തന്നെ കാമി എന്നൊരു ഫലമുണ്ട്. കാമമസ്യ അസ്ഥിതി കാമി. തനിക്ക് കാമം, അനുരാഗം വരുന്ന സമയമാണ്. അതിനാൽ പലപ്പോഴും പല സൗഹൃദങ്ങളും വരും. 9-ാം ഭാവത്തിൽ ചന്ദ്രനുണ്ട്. ഭൂമി ലാഭം, ഭൂമി വാങ്ങുക അല്ലെങ്കിൽ ഭൂമി വിൽക്കുക, അതിലൂടെ സാമ്പത്തിക സ്രോതസ്സ് നന്നാക്കുവാൻ 9-ാം ഭാവത്തിൽ വളരെ ശക്തമായി നിൽക്കുന്ന ചന്ദ്രൻ സഹായിക്കും. ആ ചന്ദ്രന് വ്യാഴ ദൃഷ്ടിയുമുണ്ട്. പിന്നെ സ്വതവേ കർമ്മമേഖല 7.5 ശനിക്കാലമാണ്. കർമാധിപനായ ശനി 12-ലാണ്. അതിൻ്റേതായ പ്രയാസങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ ശനി വക്രിയാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അതിനാൽ നന്നായി തന്നെ ശനിപ്രീതി ചെയ്യുക ഈ വാരത്തിൽ. ഓം ശം ശനീശ്വരായ നമഃ. അയ്യപ്പക്ഷേത്രത്തിൽ നെയ്വിളക്ക് ശനിയാഴ്ചകൾ കത്തിച്ച് വെക്കുക. അപ്രകാരം തന്നെ ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം ചെയ്യുക. ശാരീരിക വിഷയങ്ങൾ ഞാൻ സൂചിപ്പിച്ച് കഴിഞ്ഞു. നന്ദി, നമസ്കാരം.